Dear students, welcome back to Veranda RI's യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് റേഷ്യോ പ്രൊപ്പോർഷൻ എന്ന ടോപ്പിക്കിൻ്റെ 6th പാർട്ടിലേക്കാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യാം. കമ്പൈനിങ് റേഷ്യോസ് എന്ന് പറയും. ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് കൂടിയാണ് കേട്ടോ. എങ്ങനെയാണ് റേഷ്യോസിനെ കമ്പൈൻ ചെയ്യുക, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളതാണ്. ഈ കമ്പൈനിങ് റേഷ്യോ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് രണ്ടോ അതിലധികമോ റേഷ്യോസിനെ ജോയിൻ ചെയ്യിക്കുക എന്നുള്ള പ്രോസസ്സാണ്. ഉദാഹരണത്തിന് ഇവിടെ കണ്ടോ, A:B 3:4 ആണ്, B:C 5:6 ആണ്. അപ്പം ഇങ്ങനെ രണ്ട് റേഷ്യോസ് നമുക്ക് തന്നു എങ്കിൽ അവയെ ജോയിൻ ചെയ്ത് എയും ബിയും സിയുമായിട്ടുള്ള ബന്ധം എന്താണ് എന്നുള്ള എഴുതുക എന്നുള്ളതാണ് കമ്പൈനിങ് റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ A:B നമ്മളിങ്ങനെ എഴുതി 3:4. അടുത്ത B:C അതിന് താഴേക്ക് എഴുതി, അത് 5:6. ഇവിടെ ഒരു പ്രധാന റിക്വയർമെൻറ്റ്, ഇങ്ങനെ റേഷ്യോയെ കമ്പൈൻ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഈ ആദ്യ റേഷ്യോ അവസാനിച്ച വാല്യൂ തന്നെ ആയിരിക്കണം സെക്കൻഡ് റേഷ്യോ ആരംഭിക്കുന്നത്. ഈ ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽ വേണം. ആദ്യ റേഷ്യോ ബിയിൽ അവസാനിച്ചു, അപ്പോൾ രണ്ടാമത്തെ റേഷ്യോ ബിയിൽ ആരംഭിക്കും എങ്കിലേ അത് ജോയിൻ ചെയ്യൂ എന്നുള്ള കാര്യം ഓർത്തോണം. അപ്പം ഇനി എങ്ങനെയത് ജോയിൻ ചെയ്യുക? വളരെ ചെറിയൊരു സ്റ്റെപ്പേ ഉള്ളൂ. നമ്മളിങ്ങനെ A:B:C ആ ഓർഡറിൽ തന്നെയാണ് കേട്ടോ, ഓർഡറിൽ തന്നെ. എ കിട്ടാനായിട്ട് ഇവ തമ്മിൽ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 3 × 5. ഇപ്പം എക്ക് കിട്ടാനായിട്ട് നമ്മളവിടെ മൾട്ടിപ്ലൈ ചെയ്യുക 3 × 5. ബി കിട്ടാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 5നെ 4 മൾട്ടിപ്ലൈ ചെയ്തു. 5 × 4 ഇങ്ങനെ ഡയഗണലി മൾട്ടിപ്ലൈ ചെയ്തു. 5 × 4. ഇനിയപ്പോൾ നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാം, സി കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതിയാകും? ഈ 4ഉം 6ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായോ? 4 × 6 4 × 6. ഇത്രയും ചെയ്താൽ നമുക്ക് റേഷ്യോയുടെ കമ്പൈൻഡ് ഫോം കിട്ടി. അപ്പം ഇതിനൊക്കെ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയോ. ഇത് 15 20 24 എന്ന് കിട്ടിയില്ലേ? ഇതാണ് അതിൻ്റെ കമ്പൈനിങ് റേഷ്യോ എന്ന് പറയുന്നത്. 15 20 24. അപ്പോൾ ആ ചെയ്ത ഓർഡർ ശ്രദ്ധിച്ചോണം. ആദ്യം ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു, പിന്നെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു, ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. ഏതാ? നമ്മുടെ ബ്ലോക്ക് ലെറ്റർ എന്നിൻ്റെ മിറർ ഇമേജ് പോലെ വരും. അപ്പോൾ രണ്ട് റേഷ്യോ കമ്പൈൻ ചെയ്യുന്നതിൻ്റെ പ്രധാന പോയിന്റ് അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു. വേണ്ട റിക്വയർമെൻറ്റ് ആദ്യ റേഷ്യോ അവസാനിച്ചതായിരിക്കണം, രണ്ടാം റേഷ്യോ ആരംഭിച്ചത്. എങ്കിലാണ് നമുക്ക് ഈ ഒരു ഫോമിൽ അതിനെ കമ്പൈൻ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മറ്റൊരു എക്സാമ്പിൾ നോക്കിയോ. ഇവിടെ P:Q 5:6 ആണ്, Q:R 9:4 ആണ്. അങ്ങനെയാണ് ഈ P:Q:R എന്താണ്? അപ്പോൾ ഇവിടെയും നമുക്ക് മനസ്സിലായി. ഇപ്പം നമ്മൾ പഠിച്ച കാര്യം നമ്മൾ തന്നെ ഒന്ന് ചെയ്യാനുള്ള അവസരമാണ് കേട്ടോ. അപ്പം നമുക്കിവിടെ ആദ്യം 5:6 എന്ന് കിട്ടി. അടുത്ത Q:R എന്ന് പറഞ്ഞു, അത് 9:4. 9:4. ഇനി ഇതിനെ നമ്മളൊന്ന് കമ്പൈൻ ചെയ്യാം. അപ്പം ഇതിനെ ഇങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ P:Q:R എന്ത് ചെയ്യണം? ആദ്യം 5നെയും 9നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 5 × 9 45 എന്ന് കിട്ടി. അടുത്ത ഇനി എന്ത് ചെയ്യണം? ഈ 9നെയും 6നെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പം 9 × 6 54. അടുത്ത എന്ത് ചെയ്യണം? ഈ 6ഉം 4ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. 6 × 4 24 ഇങ്ങനെ കിട്ടി. അപ്പോൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കി, ഈ 3 വാല്യൂസിലും നമുക്കിനി കോമൺ ആയിട്ട് ഒരു 3 ഇല്ലേ? എല്ലാത്തിനെയും ഒരു 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചോണം, ഇങ്ങനെ കോമൺ ആയിട്ട് ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ എന്ന് ഈ റേഷ്യോ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാണ്ട് ഇവിടെ ഒരു ട്രിക്കുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് വാല്യൂസിലെ ഈ രണ്ട് ഡയഗണൽ എലമെന്റ്സ്, അവരിൽ അത് എത്ര റേഷ്യോസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ശ്രദ്ധിച്ചോണം. ഇങ്ങനെ വന്ന രണ്ട് വാല്യൂസിൽ പൊതുവായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ഈ പറഞ്ഞ എല്ലാ പ്രോഡക്റ്റിൻ്റെ അകത്തും പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലായി അവരിലുള്ള ആളാണ് 3 അല്ലേ? ഇപ്പം 3 കൊണ്ട് നമുക്ക് ഇവിടെ എല്ലാം ഡിവൈഡ് ചെയ്യാം. ഇത് 15, ഇത് 18 വന്നു, ഇത് വന്നപ്പോൾ 8 വന്നു. അപ്പോൾ നമ്മുടെ സിംപ്ലിഫൈഡ് വാല്യൂ എന്ന് പറയുമ്പോൾ 15:18:8 എന്ന് കിട്ടി. അപ്പോൾ ഇത്തരത്തിലാണ് രണ്ട് റേഷ്യോസിനെ കമ്പൈൻ ചെയ്യുന്നത് എന്ന് മനസ്സിലായോ? ഇനി അപ്പോൾ നമുക്ക് 3 റേഷ്യോസ് ആണെങ്കിൽ എങ്ങനെയാണ് കമ്പൈനിങ്? അപ്പോൾ ഇവിടെ 3 റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട്. A:B ഉണ്ട്. രണ്ടാമത് തുടങ്ങിയിരിക്കുന്നത് ശ്രദ്ധിക്കണം, B:C ആണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ആദ്യത്തെ റേഷ്യോ എൻഡ് ചെയ്യുന്നത് ഏതാണോ അതിൽ നിന്ന് വേണം രണ്ടാമത്തെ റേഷ്യോ തുടങ്ങാൻ. ഇനി മൂന്നാമത്തെ റേഷ്യോ എന്താ? ഇത് എൻഡ് ചെയ്തിരിക്കുന്ന സിയിൽ, അപ്പോൾ സിയിൽ തുടങ്ങണം. അപ്പം ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇനി ചോദ്യത്തിൽ
അങ്ങനെയൊന്നും അല്ല തന്നതെന്ന് കരുതുക. അപ്പോൾ നമ്മൾ അതിനെ ആ ഓർഡറിലൊന്ന് ആക്കണം. അതിന് ശേഷം കമ്പൈൻ ചെയ്യാം. അപ്പോൾ ഇനി കമ്പൈൻ ചെയ്യേണ്ട രീതി ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ A:B അതെന്ന് പറഞ്ഞപ്പോൾ 1:2 എന്ന് എഴുതി. അടുത്ത രണ്ടാമത്തെ ആൾ എടുത്തു B:C ആണ്, അത് 3:5 എന്ന് എഴുതി. അടുത്ത വന്നിരിക്കുന്നത് എന്താ, C:D ആണ്, അതെന്ന് പറയുമ്പോൾ 3:2 എന്നും വന്നു. ഇനി ഇവരെയാണ് നമ്മൾ കമ്പൈൻ ചെയ്യുക. അപ്പോൾ ഇവരെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് A:B:C:D ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിനെ കമ്പൈൻ ചെയ്യാനുള്ള എളുപ്പ വഴി A:2B:2C:D. ഞാൻ പറഞ്ഞ ആൾജിബ്രൈക് പാർട്ട് ശ്രദ്ധിച്ചോണം. ഈ പാർട്ട് രണ്ടും സെയിം ആയിരിക്കണം കണ്ടോ. ബിയിൽ അവസാനിച്ചു ബിയിൽ തുടങ്ങി, സിയിൽ അവസാനിച്ചു സിയിൽ തുടങ്ങി, എങ്കിലാണ് A:2B:2C:D വരിക. ഇനി ചെയ്യുന്നത് ആദ്യം ഇവരെല്ലാം മൾട്ടിപ്ലൈ ചെയ്തു. 1 × 3 × 3. അപ്പോൾ ഫസ്റ്റ് വാല്യൂ 1 × 3 × 3. ദാറ്റ് ഈസ് എ ഫസ്റ്റ് വാല്യൂ ഈസ്റ്റ്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് ശ്രദ്ധിച്ചോണം. ഇവിടെ ഇനി പൊതുവായിട്ട് ഇനി 3 റേഷ്യോ കഴിഞ്ഞിട്ട് 4 റേഷ്യോ ഒക്കെ കമ്പൈൻ ചെയ്യണമെങ്കിലും അവിടെ പൊതുവായിട്ട് ഓർത്ത് വെക്കേണ്ട ഒരു പാറ്റേൺ ആണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ എത്ര റേഷ്യോസിനെയും നമുക്ക് എളുപ്പത്തിൽ കമ്പൈൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ അവരുടെ ഡയഗ്രത്തെക്കുറിച്ചൊന്നും പിന്നെ ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. കാര്യം എത്രയേ ഉള്ളൂ, ഇവിടെ 2 കോളം ഉണ്ട്. ഇത് കോളം 1, ഇത് കോളം 2. 3 റോ ഉണ്ടല്ലേ, റോ 1, റോ 2, റോ 3. അപ്പോൾ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം എല്ലാ വാല്യൂസും കോളം 1ൽ നിന്ന്, അതാണ് ഈ വാല്യൂ. ഇനി നമ്മൾ ഓരോ വാല്യൂവിനെ വീതം ഫസ്റ്റ് റോയിലെ മാറ്റി, ഫസ്റ്റ് കോളത്തിലെ മാറ്റി സെക്കൻഡ് കോളത്തിലെ വാല്യൂ എടുത്തോണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 1നെ അങ്ങ് മാറ്റി, പകരം ആരെ എടുത്തു, 2വിനെ എടുത്തു കേട്ടോ. അപ്പോൾ ബാക്കി 2 പേരും ഈ ഫസ്റ്റ് കോളത്തിൽ നിന്നായിരിക്കണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 2 × 3 × 3 എന്നെടുത്തോണം. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റെപ്പിനെ ഇങ്ങനെ മനസ്സിലാക്കാം, 2 × 3 × 3. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് വരികയാണ്. അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഈ രണ്ടാമത്തെ വാല്യൂ, അതായത് ഈ 2 വാല്യൂ, ഇപ്പോൾ ആദ്യം നമ്മൾ 1നെ മാറ്റി 2വിനെ എടുത്തു, ഇനി 3യെയും കൂടെ മാറ്റുകയാണ്, പകരം ആരെ എടുത്തോണം, 5നെ എടുത്തോണം. അപ്പോൾ ഇവിടെ വരുമ്പോൾ 2 × 5 × 3 എന്നെടുത്തോണം, 2 × 5 × 3. അപ്പോൾ ഇവിടെ വന്നപ്പോൾ അത് 2 × 5 × 3 എന്ന് നമുക്ക് എടുക്കാം. ഇനി ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വന്നു, ഈ 3നെയും കൂടെ മാറ്റി എല്ലാവരും കോളം 2വിൽ നിന്ന്, എല്ലാവരും കോളം 2. അപ്പോൾ ലാസ്റ്റ് സ്റ്റെപ്പ് വന്നപ്പോൾ അത് 2 × 5 × 2 എന്ന് വന്നു. അപ്പോൾ സ്റ്റെപ്പ് ഡെവലപ്പ് ചെയ്ത ഐഡിയ കിട്ടിയോ? ആ ഒരു പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യം എളുപ്പമായി. ആദ്യം എല്ലാവരും കോളം 1ൽ നിന്ന്, ഇനി ഓരോരുത്തരെ വീതം കോളം 1ലെ മാറ്റുക, പകരം കോളം 2വിൽ നിന്ന് എടുത്താൽ മതി. ഈ 1നെ മാറ്റി പകരം 2വിനെ എടുത്തു. അടുത്ത സ്റ്റെപ്പ് വന്നപ്പോൾ 1നെയും 3യെ മാറ്റി 2വിനെയും 5നെ എടുത്തു. അടുത്ത സ്റ്റെപ്പ് വന്നപ്പോൾ ഇവർ 3 പേരും മാറി, 3 പേരും സെക്കൻഡ്. അപ്പോൾ ഇനി ഇവയെ മൾട്ടിപ്ലൈ ചെയ്തു. ഇവയെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി 9. അടുത്ത വന്നു 23 6 6 3 18. അടുത്ത വന്നു 30. 2 × 5 × 3 എന്ന് പറയുന്നതാണ് കേട്ടോ. 2 × 5 10, 10 × 3 30. അവസാനത്തെ കണ്ടോ 2 × 5 10 × 2 20. കിട്ടിയില്ലേ? അപ്പോൾ 9:2, 18:2, 30:20. അപ്പോൾ അതിനുശേഷം നമ്മൾ ചിന്തിച്ചു ഇവയിൽ എന്തെങ്കിലും കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാനുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ദിസ് ഈസ് അവർ ഫൈനൽ ആൻസർ. അപ്പോൾ കമ്പൈൻ ചെയ്ത ഓർഡർ നമ്മൾ മനസ്സിലാക്കി വെച്ചോണം. അടുത്തൊരു എക്സാമ്പിൾ അവിടെ നോക്കാം. P:Q 3:4, Q:R 5:4, R:S 6:5. എങ്ങനെയാണ് P:Q R:S ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ. അപ്പോൾ പാറ്റേൺ നമ്മളിങ്ങനെ എഴുതി. P:Q എന്ന് പറഞ്ഞിരിക്കുന്നത് 3:4 എന്ന് വന്നു. Q:R എന്ന് പറഞ്ഞിരിക്കുന്നത് 5:4 എന്ന് കിട്ടി. R:S എന്ന് പറഞ്ഞിരിക്കുന്നത് 6:5 എന്നും വന്നു. ഇനി ഇവരെ കമ്പൈൻ ചെയ്യാൻ പോകണം. ആദ്യമേ നമ്മൾ ഉറപ്പിച്ചു QQRR അതുകൊണ്ടെന്നുള്ള ഉറപ്പിച്ചു, എങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഓർഡറാണ് PQRS എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ P:2, Q:2, R:S എന്ന്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ എല്ലാം കൂടെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പം എന്ത് ചെയ്തു? 3 × 5 × 6. അപ്പോൾ ഇവരെല്ലാം മൾട്ടിപ്ലൈ ചെയ്തു ഈസ്റ്റ്. അടുത്ത എന്ത് വേണം? നമുക്ക് ഈ 3യെ അങ്ങ് മാറ്റി പകരം 4നെ എടുത്തു കേട്ടോ. അപ്പോൾ 4 × 5 × 6, 4 × 5 × 6. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് വന്നു 4 × 5 × 6. അടുത്ത എന്തായിരിക്കും? ഗസ് ചെയ്യാമോ? ഒന്ന് ഓർത്തെടുക്കാമോ? നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ കോൺസെപ്റ്റിനെ. അടുത്ത വന്നപ്പോൾ ഈ 5നെയും കൂടെ മാറ്റി കേട്ടോ. ഇവർ 2 പേരും മാറി, 2 പേരും ഇവിടുന്ന് വരിക.
അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനെ കൊടുക്കാം 4 ഇൻറ്റു 4 ഇൻറ്റു 6, 4 ഇൻറ്റു 4 ഇൻറ്റു 6. ഇപ്പോൾ അടുത്ത വന്നു 4 ഇൻറ്റു 4 ഇൻറ്റു 6. ആൻഡ് ദ ലാസ്റ്റ് വൺ എല്ലാവരും സെക്കൻഡ് കോളത്തിൽ നിന്ന്. അപ്പോൾ എന്ത് വരും 4 ഇൻറ്റു 4 ഇൻറ്റു 5, 4 ഇൻറ്റു 4 ഇൻറ്റു 5, 4 ഇൻറ്റു 4 ഇൻറ്റു 5. ഇതിനെയാണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതേണ്ടത്. ഓർഡർ ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, ആരെങ്കിലും കോമൺ ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ കോമൺ ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ കിട്ടി. എന്താ ഇതിലും കോമൺ ആയിട്ട് ആരുണ്ട്? ഒരു 2 ഉണ്ട് അല്ലേ, ഒരു 2 ഉണ്ട്. ഞാൻ പറഞ്ഞു ഇങ്ങനെ എത്ര റേഷ്യോസിനെ കമ്പൈൻ ചെയ്യുന്ന സാഹചര്യം വരുമ്പോഴും അത്തരത്തിൽ കോമൺ ടേംസ് ഉണ്ടെങ്കിൽ അത് എല്ലാത്തിലും വരും. അപ്പോൾ അതുകൊണ്ട് വേണമെങ്കിൽ ഇവിടെ വെച്ച് തന്നെ അതിനെ കട്ട് ചെയ്യാം. ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം. 6നെ ആ 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. എല്ലാത്തിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 3. ഈ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 3. ഈ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 3. ഇതിൽ ഒരു 4നെ അങ്ങ് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഈ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 2. ഇനിയും കോമൺ ടേംസ് ഉണ്ടോ? നമ്മൾ നോക്കി എല്ലായിടത്തും 3 ഉണ്ടോ? എല്ലായിടത്തും 3 ഉണ്ടോ? ഇല്ല, ഇതിൽ 3 ഇല്ല. അപ്പം ഇനിയുള്ള കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ മനസ്സിലായി 9 45. അടുത്ത വന്നു 23 60. അടുത്ത വന്നു 16 3 48. അടുത്ത വന്നു 8 ഇൻറ്റു 5 40. കിട്ടിയല്ലോ. സോ ദിസ് ഈസ് ദ ഫൈനൽ സിംപ്ലിഫൈഡ് റേഷ്യോ. റേഷ്യോ കമ്പൈൻ ചെയ്യുന്ന രീതി മനസ്സിലായല്ലോ. 3 പേരെ കമ്പൈൻ ചെയ്യുന്ന രീതിയാണ്. കോമൺ ടേംസ് ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുന്നത് മനസ്സിലായിക്കണം. ഫൈനലി ഒരു ചലഞ്ചിങ് ആയിട്ട് നമുക്ക് 4 റേഷ്യോസിനെ കമ്പൈൻ ചെയ്താലോ. അപ്പോൾ 4 റേഷ്യോസിനെ കമ്പൈൻ ചെയ്ത് വരുമ്പോൾ ABCDE വരും കേട്ടോ. ഇവിടെ 4 റേഷ്യോസ് ആണ്. അപ്പോൾ ഞാൻ ഈ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് അതിനെ 4 റേഷ്യോസിനെ കമ്പൈൻ ചെയ്യുന്ന പാറ്റേൺ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും അതിനെ കമ്പൈൻ ചെയ്യുക? അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ നോക്കി A:B. ഞാൻ ഈ അത്യാവശ്യം സ്പേസ് കൊടുത്തതിനെ എഴുതാം. അപ്പം നമുക്ക് ആ ഡയഗ്രാം വരയ്ക്കുമ്പോൾ മനസ്സിലാക്കാം. 2:1. അടുത്ത ആളെടുത്തു B:C ആണ്. B:C അത് നമുക്കിവിടെ തന്നിട്ടുണ്ട് 2:3. അടുത്ത വന്നിരിക്കുന്ന എന്താ? C:D ഉണ്ട്. C:D എന്താ? 3:2. ആൻഡ് ദ ലാസ്റ്റ് വൺ എന്താ? D:E. D:E അതെന്ന് പറയുന്നത് 5:3. ഇതല്ലോ. ഇനി ഇതിനെ കമ്പൈൻ ചെയ്യണം. കമ്പൈൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഉറപ്പിക്കണം BB അല്ലേ. BB ഇത് അവസാനിക്കുന്നത് ആരംഭിക്കണം. ഇത് അവസാനിച്ച സിയിൽ, അത് ആരംഭിച്ച സിയില. ദാറ്റ്സ് ഓക്കെ. ഇത് അവസാനിച്ച ഡിയിലാണ്, ഇത് ആരംഭിക്കുന്നത് ഡിയിലായിരിക്കണം. അങ്ങനെ അതിൻ്റെ പാറ്റേൺ അപ്പോൾ നമുക്ക് ഉറപ്പിച്ചു. വേരിയബിൾ വൈസ് ദാറ്റ്സ് ഓക്കെ. ഇനി നമുക്ക് കമ്പൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ A:B:C:D:E എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളപ്പോൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഇതുവരെ പറഞ്ഞ ഐഡിയാസ് വെച്ചിട്ട് ആ പാറ്റേണിൻ്റെ ഓർഡർ കിട്ടിയോ എന്ന്. പാറ്റേണിൻ്റെ ഓർഡർ കിട്ടിയോ? അപ്പോൾ എങ്ങനെയാണ് കൊണ്ടുവരിക? ആദ്യം എല്ലാവരും ഫസ്റ്റ് കോളത്തിൽ 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5 കിട്ടിയോ? അപ്പോൾ ആദ്യം എല്ലാവരും ഫസ്റ്റ് കോളത്തിൽ നിന്ന്. ഇപ്പം ഞാൻ ഇവിടെ എഴുതാം 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5 എന്ന് വന്നു. ഇനി എവിടുന്ന് എടുക്കണം? ഇനി അടുത്ത എവിടുന്ന് എടുക്കാം? അടുത്ത നമുക്ക് കൺസ്ട്രെയിൻറ്റ് ഈ 2നെ അങ്ങ് മാറ്റി. ഈ 2നെ അങ്ങ് മാറ്റി, പകരം 1നെ എടുത്തോണം. അപ്പോൾ ഈ 2നെ മാറ്റി പകരം 1നെ എടുത്തു. അപ്പോൾ നമ്മളിങ്ങനെ 1 ഇൻറ്റു 2 റെസ്റ്റ് ഓൾ ദ വാല്യൂസ് ഫ്രം കോളം 1. ഇത് കോളം 1, ഇത് കോളം 2. കിട്ടും. അപ്പോൾ ഈ കോളം 2ലെ ആദ്യത്തെ വാല്യൂനെ എടുത്തു, ബാക്കി എല്ലാവരും കോളം 1ൽ. അപ്പോൾ ഇവിടുത്തെ വാല്യൂസിനെ നമുക്ക് എങ്ങനെ കൺസിഡർ ചെയ്യാം? 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 5 വന്നു. ഇഷ്ടം. ഇനി എന്തായിരിക്കും വേണ്ടത്? ഇനി ഇയാളെയും കൂടെ മാറ്റി, ഈ 2നെയും കൂടെ മാറ്റി. അപ്പോൾ 2 പേരും കോളം 2ൽ നിന്ന് എടുത്തോണം. അപ്പോൾ 1 ഇൻറ്റു 3, ബാക്കി 2 പേരെ ഇവിടുന്ന് 1 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 ഇല്ലയോ? ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ 1 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 5 വന്നു. റൈറ്റ്. ഇനി അടുത്ത എന്താ വേണ്ടേ? ഇയാളെയും മാറ്റി. അപ്പോൾ 3 പേരും കോളം 2ൽ നിന്ന് അതിനത് ഇങ്ങനെ എടുക്കാം. 1 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 5 കിട്ടിയോ? 1 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 5. അപ്പോൾ ആ ഒരു സ്റ്റെപ്പിനെ അങ്ങനെ കൊണ്ടുവന്നു. 1 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 5. ദെൻ ദ ഫൈനൽ സ്റ്റെപ്പ്, ലാസ്റ്റ് സ്റ്റെപ്പിലേക്ക് വരിക. ലാസ്റ്റ് സ്റ്റെപ്പ് വരുമ്പോൾ എല്ലാവരും കോളം 2, എല്ലാവരും കോളം 2. 1 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 3, 1 ഇൻറ്റു 1 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 3. അപ്പോൾ ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് കൊണ്ടുവന്നാൽ മതി, നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ സിംപ്ലിഫൈഡ് വാല്യൂ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ശ്രദ്ധിക്കുക, എല്ലാത്തിലും പൊതുവായിട്ട് ആരെങ്കിലും ഉണ്ടോ നോക്കി. എല്ലാത്തിലും പൊതുവായിട്ട് ആരുണ്ട്? ഒരു 3യുടെ പ്രസൻസ് എല്ലായിടത്തും കാണാൻ പറ്റുന്നുണ്ടോ? പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചോണം, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിലും കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ
അത് ആവർത്തിക്കുമെന്ന് പറഞ്ഞു. അത് മാത്രമേ ആവർത്തിക്കുമെന്നില്ല. ഇവിടെ നമുക്ക് മനസ്സിലായി, ഇടയ്ക്ക് വരുന്ന ടേംസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരാം. അപ്പം അതുകൊണ്ട് കോമൺ ആയിട്ടുള്ള ടേംസിനെ ഞാൻ ഇവിടെ എല്ലാത്തിൽ നിന്നും ഒരു 3a വീതം ഞാൻ കട്ട് ചെയ്തു. എല്ലാത്തിൽ നിന്നും ഒരു 3a വീതം കട്ട് ചെയ്തു. ഇനി നമ്മൾ നോക്കുക, എല്ലായിടത്തും 2 ഉണ്ടോ കട്ട് ചെയ്യാൻ? ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, പക്ഷെ ഇവിടെ ഇല്ല. എല്ലായിടത്തും 5 ഉണ്ടോ കട്ട് ചെയ്യാൻ? ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഉണ്ട്, ഇവിടെ 5 ഇല്ല. അപ്പൊ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇപ്പൊ അവശേഷിച്ചൊക്കെ കൂടെ നമ്മളങ്ങ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 20. അടുത്ത മൾട്ടിപ്ലൈ ചെയ്തു 5 × 2 10. അടുത്ത മൾട്ടിപ്ലൈ ചെയ്തു 5 × 3 15. അടുത്ത മൾട്ടിപ്ലൈ ചെയ്തു 5 × 2 10. അടുത്ത മൾട്ടിപ്ലൈ ചെയ്തു 2 × 3 6. സോ ദിസ് ഈസ് ദ സിംപ്ലിഫൈഡ് വാല്യൂ. അപ്പൊ ഇപ്പോൾ റേഷ്യോസിനെ കമ്പൈൻ ചെയ്യുന്ന ഐഡിയ ക്ലിയർ ആയല്ലോ. 2 റേഷ്യോ കമ്പൈൻ ചെയ്യുന്നു, 3 റേഷ്യോ കമ്പൈൻ ചെയ്യുന്നു, 4 റേഷ്യോ കമ്പൈൻ ചെയ്യുന്നു. പാറ്റേൺ വ്യക്തമായെങ്കിൽ ഇനി എത്ര റേഷ്യോസിനെ വേണമെങ്കിൽ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്തോ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവിടെ ഒരു പ്രധാന പോയിന്റും കൂടെ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചോദ്യങ്ങളിൽ ഈ പറയുന്ന ബേസിക് റേഷ്യോ തരുന്നതിൻ്റെ ഓർഡർ സ്യൂട്ടബിൾ ആണോ എന്നുള്ളതൊന്ന് ശ്രദ്ധിച്ചോണം. എന്താ നമ്മൾ പറഞ്ഞു, ഇത് അവസാനിക്കുന്നത് തുടങ്ങണം, ഇത് അവസാനിക്കുന്നത് തുടങ്ങണം, ഇത് അവസാനിക്കുന്നത് തുടങ്ങണം. ഈ പരിപാടി എവിടെ ഉണ്ടോ എന്നുള്ള പാറ്റേണും കൂടെ പൊതുവെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചോ. ഇനി എങ്ങനെയാണ് ഇവയുടെ ആപ്ലിക്കേഷൻസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത് നോക്കിയുള്ള ഒരു ബേസിക് മോഡൽ ക്വസ്റ്റ്യൻ. A is 3/4 of B and B is 2/5 of C. Find A is to B is to C. എങ്ങനെയാണ് ഇവിടെ കമ്പൈൻ ചെയ്യുക? അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ അവയെ ഇൻഡിവിജ്വൽ റേഷ്യോസ് ആക്കിയിട്ട് മാറ്റാം. അതിനുശേഷം നമുക്കതിനെ കമ്പൈൻ ചെയ്യാം. അപ്പോൾ A is 3/4 of B എന്നുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് A is 3/4 of B എന്ന് പറഞ്ഞാൽ നമുക്ക് എയുടെ താഴേക്ക് ഈ ബിയെ കൊണ്ടുവന്നു എന്ന് കരുതുക. അപ്പോൾ ഇത് 3/4 എന്നല്ലേ? ചുരുക്കി പറഞ്ഞാൽ അതൊരു റേഷ്യോ ആണ് അല്ലേ? റേഷ്യോ എന്ന് പറയുന്നത് എന്താ? A is to B. അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് A is to B എന്ന് പറയുന്നത് 3:4 എന്നാണ്. A is to B 3:4 ആണ്. ഇനി B is 2/5 of C എന്ന് പറഞ്ഞു. B is 2/5 of C. അപ്പൊ നമുക്ക് ബിയുടെ താഴേക്ക് സിയെ കൊണ്ടുവന്നാൽ സങ്കല്പിച്ചോ, ബിയുടെ താഴേക്ക് സിയെ കൊണ്ടുവന്നാൽ ഇത് 2/5 എന്ന് തോന്നും. 2/5. അപ്പൊ നമുക്ക് ഇവിടുന്ന് കിട്ടി B is to B is to C. അതെന്ന് പറയുമ്പോൾ 2:5. ഇനി നമുക്ക് ഇതിനെ കമ്പൈൻ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ. നമുക്ക് വേണ്ട ഓർഡറിലൊക്കെ അല്ലേ? ബിയിൽ അവസാനിച്ചു, ബിയിൽ തുടങ്ങിയിട്ടില്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? A is to B is to C. അപ്പൊ ആദ്യം ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 6, ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 8, ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു 20. അപ്പൊ നമുക്ക് മനസ്സിലായി, ഇവരെയൊക്കെ പൊതുവായിട്ട് ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2 കൊണ്ട് എല്ലാത്തിനും ഡിവൈഡ് ചെയ്യുന്നതായിട്ട് കരുതിക്കേ. 2 × 3, 2 × 4, 2 × 10. സോ ദ ആൻസർ ഈസ് 3:4:10 എന്ന് കിട്ടിയില്ലേ? അപ്പൊ കമ്പൈൻ ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇങ്ങനെയൊന്നും ഇല്ലാതെയും നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓപ്ഷൻസിൽ നിന്നൊക്കെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. കാര്യം ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മൾ നോക്കി A is 3/5 of B. പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയപ്പോൾ വരണം, ചെയ്തുള്ള പരിചയത്തിൽ നിന്നാണ് കേട്ടോ ആ ഒരു തരത്തിലുള്ള നോർമൽ സെൻസിലേക്ക് നമ്മൾ വരുന്നത്. A is 3/4 of B എന്ന് പറയുമ്പോഴേ നിങ്ങളുടെ മനസ്സിൽ കത്തണം, എയും ബിയുമായിട്ടുള്ള റേഷ്യോ 3:4 ആണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 3:4 റേഷ്യോ വരുന്ന എവിടെയൊക്കെ ഉണ്ടെന്ന് നോക്കി. ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. അപ്പൊ ഇത് രണ്ടും അല്ലെന്ന് മനസ്സിലായോ? കട്ട് ചെയ്തു. ഇനി അടുത്തതും കൂടെ ചെക്ക് ചെയ്യേണ്ട സാഹചര്യം വന്നു. എന്തുകൊണ്ടാ? ഇങ്ങനെ ഒരു മൾട്ടിപ്പിൾ പോസിബിലിറ്റീസ് വന്നതുകൊണ്ട് കേട്ടോ. അടുത്തപ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാണ്. B is 2/5 of C. പെട്ടെന്ന് തന്നെ ചിന്തിക്കേണ്ട B and C are in the ratio 2:5. ഓർത്തോണം, B and C are in the ratio 2:5. അങ്ങനെ വരുന്ന എവിടെയുണ്ടോ നോക്കി. ഇത് നോക്കൂ, B and C 2:5 അല്ലേ? 4 and 10 എന്നാണ്. ദാറ്റ് മീൻസ് 2:5. ഇവിടെ അങ്ങനെയാണോ? അല്ല. അപ്പം അതുകൊണ്ട് ഇതും കട്ടായി. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻസിൽ നിന്ന് ക്യാച്ച് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിക്കോണം. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. അടുത്തത് A is to B 7:9, B is to C 15:7. Then what is A is to C? അപ്പോൾ മറ്റൊരു ആപ്ലിക്കേഷൻ ആണ്. നമുക്ക് A is to B is to C വേണ്ട, A is to C മതി, തുടക്കവും ഒടുക്കവും. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം നമുക്ക് ഇവിടെ നിന്ന് കിട്ടി, ഇവിടെ A is to B നമുക്ക് തന്നിട്ടുണ്ട് 7:9 ആണ്. B is to C നമുക്ക് തന്നിരിക്കുന്നു, അത് 15:7. അപ്പം ആദ്യം ഈ ഓർഡർ നോക്കി, ഇത് രണ്ടും സെയിം അല്ലേ? ബി ബി. അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ A is to C ആണ് വേണ്ടത്. അതായത് ഈ തുടങ്ങിയ വാല്യൂ, അവസാനിച്ച വാല്യൂ A is to C. അപ്പം അങ്ങനെ ചോദിച്ചാൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇവ തമ്മിൽ ഗുണിക്കുക, ഇടയ്ക്കൂടുള്ള ഓപ്പറേഷൻ വേണ്ട. അപ്പം ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 7 ×
15 ഈസ് ടു ഇവ തമ്മിൽ ഗുണിക്കുക. ലാസ്റ്റ് സ്റ്റെപ്പ് 9 into 7 9 into 7. അപ്പോൾ ഇത്രയും വേണ്ട. ഐഡിയ മനസ്സിലായോ? 7 into 15 ഈസ് ടു 9 into 7. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്യുന്നതായിട്ട് കരുതിക്കോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി ഈ 7 7 കട്ടാക്കാം. 15 9 രണ്ടിനെയും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ I 3 15 3 9. അപ്പോൾ A ഈസ് ടു C എന്ന് പറഞ്ഞിരിക്കുന്നു 5 ഈസ് ടു 3. ഇത് 2 റേഷ്യോയിൽ മാത്രമല്ല കേട്ടോ, 3 റേഷ്യോ 4 റേഷ്യോ എത്ര വരുന്നിടത്തും ആ തുടങ്ങിയതും അവസാനത്തും വാല്യൂസ് തമ്മിലുള്ള റേഷ്യോ വരുന്നിടത്തൊക്കെ ഫസ്റ്റ് കോളങ്ങൾ മുഴുവനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് കോളത്തിലെ വാല്യൂസ് മുഴുവനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഫസ്റ്റ് കോളത്തിലെ വാല്യൂസ് മുഴുവനും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക, സെക്കൻഡ് കോളത്തിലെ വാല്യൂസ് മുഴുവൻ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ള ഒരു പാറ്റേൺ ഫോളോ ചെയ്താൽ മതിയായിരിക്കും നമുക്ക് ആൻസറിലേക്ക് എത്താം. ഇനി ഇതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നോക്കിയോളൂ. ഇനി 100 meter റേസ് എ ബീറ്റ്സ്, അപ്പോൾ ഒരു 100 മീറ്റർ ഓട്ടത്തിൽ എ ബീറ്റ്സ് ബി ബൈ 20 meters. എന്താ മനസ്സിലാക്കുക? എന്താകൊണ്ട് മനസ്സിലായി? ഒരു 100 മീറ്റർ ഓട്ടത്തിൽ എ ബിയെ 20 മീറ്ററിന് തോൽപ്പിച്ചു. ഇതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എ ബീറ്റ്സ് ബി ബൈ 20 meters എന്ന് പറഞ്ഞാൽ എ ബിയെ 20 മീറ്ററിന് തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? എ ഫിനിഷിംഗ് ലൈനിൽ എത്തിയപ്പോൾ ബി 20 മീറ്റർ പിന്നിലാണ്. അപ്പോൾ എ ബീറ്റ്സ് ബി ബൈ 20 meters എന്ന് പറയുമ്പോൾ ഇതാണ് 100 meter റേസ് എന്ന് കരുതും. ഇത് മുഴുവൻ 100 മീറ്ററിൻ്റെ റേസ് ആണ്. 100 meter റേസ്. അപ്പോൾ എ ഇവിടെ എത്തി. എ എവിടെ എത്തി? 100th പോയിന്റിലെത്തി. അപ്പോൾ ബി പുറകില. ബിയെ 20 മീറ്ററിന് തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ബി ആ സമയം കൊണ്ട് 80 മീറ്ററേ ഓടിയിട്ടുള്ളൂ എന്നല്ലേ? ബി ആ സമയം കൊണ്ട് 80 മീറ്ററേ ഓടിയിട്ടുള്ളൂ. ഇതേ റേസിൽ ബി ബീറ്റ് സി ബൈ 30 meters. അപ്പോൾ എ ഓടി ഫിനിഷിംഗ് ലൈനിലൊക്കെ റിബണൊക്കെ പൊട്ടിച്ചു പോയി. അത് കഴിഞ്ഞപ്പോൾ ബി ഫിനിഷിംഗ് ലൈനിലെത്തി. അടുത്തൊരു സാഹചര്യമാണ് പറയുന്നത് കേട്ടോ. ബി ഫിനിഷിംഗ് ലൈനിലെത്തി. ബി 100 മീറ്റർ ഓടിയപ്പോൾ സി എവിടെയാണെന്നാ പറയുന്നത്? സി 70th മീറ്ററിലാണ്. ദാറ്റ് മീൻസ് 30 മീറ്ററിനാണ് ബീറ്റ് ചെയ്തിരിക്കുന്നത്. ബി സിയെ ബീറ്റ് ചെയ്തിരിക്കുന്നത് 30 meters. അപ്പൊ ഇതിലൊരു പ്രധാന പോയിന്റ് എന്ന് പറയുന്നതാണ്, ഇവിടെ നിന്ന് 30 മീറ്റർ പുറകിലേക്ക്, ഇവിടെ ബി ഉണ്ടല്ലോ, അവിടെ നിന്ന് 30 മീറ്റർ പുറകിൽ, അതായത് 50ൽ കൊണ്ടുവന്ന് സി എഴുതരുത്. കാരണം ബി സിയെ ബീറ്റ് ചെയ്തു എന്ന് പറയുന്ന ആ മൊമെന്റിൽ ബി 100th മീറ്ററിലായിരിക്കണം. ഐഡിയ മനസ്സിലായോ? എങ്കിൽ മാത്രമേ ബീറ്റ് ചെയ്തു എന്ന് പറയാൻ പറ്റൂ. അപ്പൊ ഇത് രണ്ടും 2 ടൈം ഇന്റർവെലാണ്. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി ഈ പർട്ടിക്കുലർ ടൈം ഇന്റർവെലിൽ എ 100 മീറ്റർ ഓടിയപ്പോൾ ബി 80 മീറ്റർ ഓടി. അപ്പൊ എ 100 മീറ്റർ ഓടിയപ്പോൾ ബി 80 മീറ്റർ ഓടിയെങ്കിൽ നമുക്ക് ഇവരുടെ റേഷ്യോ ഓഫ് സ്പീഡ്സ് കണ്ടുപിടിക്കരുതോ? നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോവാണ്. റേഷ്യോ ഓഫ് സ്പീഡ്സ് ആണ് കേട്ടോ. റേഷ്യോ ഓഫ് സ്പീഡ്സ് ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ എയും ബിയും ആയിട്ടുള്ള റേഷ്യോ സ്പീഡ്സ് ഒന്ന് ഓർത്തോണം. എ ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെലിൽ, ദാറ്റ് മീൻസ് വെൻ ടൈം ഈസ് കോൺസ്റ്റന്റ്, എ 100 മീറ്റർ ഓടിയപ്പോൾ ബി 80 മീറ്ററേ ഓടിയുള്ളൂ. ഐഡിയ കിട്ടിയോ? എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മൾ എഴുതിയ ഡിസ്റ്റൻസ് അല്ലേ 100 മീറ്റർ 80 മീറ്റർ. ഈ ഡിസ്റ്റൻസിന്റെ റേഷ്യോ തന്നെ ആയിരിക്കും സ്പീഡിന്റെ റേഷ്യോയും. എപ്പോ? വെൻ ടൈം ഈസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കണ്ടേ, ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കൊണ്ട് എക്ക് 100 മീറ്റർ ഓടാൻ സാധിച്ചു, ബിക്ക് ആ സമയം കൊണ്ട് 80 മീറ്റർ ഓടാനേ സാധിച്ചുള്ളൂ. അപ്പൊ ഈ സ്പീഡ്സ് എന്റെ റേഷ്യോ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസിന്റെ റേഷ്യോ തന്നെയാണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ എഴുതിയാൽ 5:4. ഇതേ കാര്യം അടുത്ത ടൈം ഇന്റർവെല്ലിൽ നമ്മൾ കൊടുക്കുക. ബി സിയെ ബീറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ബി സിയെ ബീറ്റ് ചെയ്തു. അപ്പൊ ബി 100 ഓടിയപ്പോൾ സി 70 ഓടാൻ സാധിച്ചുള്ളൂ. അതിനെ നമ്മൾ റേഷ്യോ ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവന്നാൽ എങ്ങനെ എഴുതാം? 10:7 എന്ന് എഴുതാം. അപ്പൊ ഇനി ഇവയെ കമ്പൈൻ ചെയ്തോ? അപ്പൊ ഇവയെ നമ്മൾ കമ്പൈൻ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ A:B:C എന്താണെന്നുള്ള, അപ്പൊ A:B:C ആദ്യം എന്താ ഇവരെ തമ്മിൽ ഗുണിച്ചു 50, അടുത്ത ഇവരെ തമ്മിൽ ഗുണിച്ചു 40, അടുത്ത ഇവരെ തമ്മിൽ ഗുണിച്ചു 28. അങ്ങനെ നമുക്ക് മനസ്സിലായി ഇവരെല്ലാം എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? ഇവരെല്ലാം നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. ഇപ്പൊ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 25 വന്നു, 20 വന്നു, 14 വന്നു. സോ ദിസ് ഈസ് ദ ആൻസർ. 25:20:40.
അപ്പം ഇങ്ങനെയാണ് റേഷ്യോയെ അവിടെ കമ്പൈൻ ചെയ്യുന്നത്. ഒപ്പം ഈ ബീറ്റിംഗ് കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോണം. ഇപ്പോൾ ടൈം ആൻഡ് ഡിസ്റ്റൻസിൽ റേസ് പ്രോബ്ലത്തിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഏരിയ ആണ്. അവിടെ അപ്ലൈ ചെയ്യുന്ന അപ്പോൾ ഈ കമ്പൈനിങ് റേഷ്യോ എന്നുള്ള കോൺസെപ്റ്റ് ആണ് എന്ന് മനസ്സിലാക്കിക്കോളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയോ. ഇവിടെ 3 റേഷ്യോയുടെ കമ്പൈനിങ് വെർഷനാണ്. A:B 3:4, A:B 3:4, B:C, അത് 5:6 ആണ്, C:D 2:1. അപ്പോൾ ഈ 3 റേഷ്യോസിനെയാണ് നമുക്കിവിടെ കമ്പൈൻ ചെയ്യാൻ. ആദ്യമേ നമ്മൾ ഉറപ്പിച്ചു ഫസ്റ്റ് റേഷ്യോ എൻഡ് ചെയ്തിരിക്കുന്ന ബിയിൽ, സെക്കൻഡ് റേഷ്യോ ആരംഭിച്ചിരിക്കുന്നത് ബിയിൽ. കുഴപ്പമില്ല, പെർഫെക്റ്റ് ആണ്, ജോയിൻ ചെയ്യാം. സെക്കൻഡ് റേഷ്യോ എൻഡ് ചെയ്തിരിക്കുന്ന സിയിൽ, തേർഡ് റേഷ്യോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന സിയിലാണ്, എഗെയിൻ പെർഫെക്റ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഇവയെ ഇനി കമ്പൈൻ ചെയ്യുകയാണ്. A:B:C:D എന്ന് പറയുമ്പോൾ ആദ്യം ഇവരെല്ലാം കൂടെ ഗുണിച്ചു. അപ്പോൾ മനസ്സിലായി, 2 × 5 10, 10 × 3 30. അടുത്തത് ഇവരെ ഇങ്ങനെ ഗുണിച്ചു. 2 × 5 10, 10 × 4 40. അടുത്തത് ഇവരെ ഇങ്ങനെ ഗുണിച്ചു. 2 × 6 12, 4 48. ലാസ്റ്റ് വന്നപ്പോൾ ഇവരെല്ലാം കൂടെ ഗുണിച്ചു 24. കിട്ടിയോ? 30, 40, 48, 24 ഇങ്ങനെ കിട്ടി. നമുക്ക് മനസ്സിലായി ഇവരെയൊക്കെ വേണമെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. ഒരു 2 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇത് 15 ഉണ്ട്, ഇത് 20 ആണ്, 24 ഉണ്ട്, ഇത് 12 ഉണ്ട്. ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഇനി എന്താ നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത്? A+B:C+D കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ A+B C+D നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഷ്യോ ഇതാണ്. A+B:C+D. അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ നോക്കിയാൽ മതി. എയും ബിയും കൂടെ നമ്മളിവിടെ ആഡ് ചെയ്തു. 15 + 20 എന്ത് വന്നു? 15 + 20 35 വന്നു. സിയും ഡിയും കൂടെ ആഡ് ചെയ്തു. 24 + 12 എത്ര വന്നു? 36 എന്ന് കിട്ടി. സോ ദ ആൻസർ ഈസ് 35:36. 35:36. അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് നേരിട്ട് കൊണ്ടുവരാം. 35:36. അപ്പോൾ അവിടെ 3 റേഷ്യോയെ കമ്പൈൻ ചെയ്യുന്ന കോൺസെപ്റ്റായിട്ട് നമ്മളവിടെ കൊണ്ടുവന്നത്. മറ്റൊന്ന് പ്രായോഗികമായിട്ട് പൊതുവെ എക്സാംസിൽ ആവർത്തിച്ച് വരുന്ന ഒരു ക്വസ്റ്റ്യൻ്റെ ഒരു അല്പം കാൽക്കുലേറ്റീവ് വേർഷനിലേക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ് ഈ എമൗണ്ട് ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളോട് പറയുകയാണ് സം ഓഫ് ₹X ഇസ് ഡിവൈഡഡ് എമംഗ് ABC 3 പേരിലേക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. സച്ച് ദാറ്റ് ദ റേഷ്യോ ഓഫ് ദ ഷെയർസ് ഓഫ് A and B ഈസ് 7:12. അപ്പോൾ എയ്ക്കും ബിക്കുമായിട്ട് നമ്മൾ വിതരണം ചെയ്യുന്നത് 7:12 എന്നുള്ള റേഷ്യോയിലാണ്. ആൻഡ് ദാറ്റ് ഓഫ് ബി ആൻഡ് സി, ബിക്കും സിക്കുമായിട്ട് നമ്മൾ ഇത് വിതരണം ചെയ്യുന്നത് 8:5 എന്നുള്ള റേഷ്യോയിലാണ്. ഇഫ് ദ ഡിഫറൻസ് ഇൻ ദ ഷെയർസ് ഓഫ് എ ആൻഡ് സി ഈസ് 214, then the value of x. അപ്പൊ ഇത്തരം സാഹചര്യത്തിൽ എയും സിയുമായിട്ട് മാത്രമുള്ള റിലേഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചു. അത് മാത്രം മതിയോ? ഇവിടെ നമുക്ക് ടോട്ടൽ എമൗണ്ട് വേണ്ടത് കൊണ്ട് തന്നെ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ A:B:C കണ്ടുപിടിച്ചോണം. A:B:C. നമുക്കറിയാം ഇവ ഇങ്ങനെ ഗുണിച്ചു, ഇങ്ങനെ ഗുണിച്ചു, ഇങ്ങനെ ഗുണിച്ചു. ഇതാണ് ചെയ്യേണ്ടത്. ഇവിടെ ഒരു അല്പ പ്രൊഫഷണൽ ടച്ച് കൂടെ നമുക്ക് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി ഈ 8, 12 ഞാൻ ഇവിടെ എല്ലാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇവയിൽ പൊതുവായിട്ട് എന്തെങ്കിലും ഫാക്ടർ ഉണ്ടെങ്കിൽ അതെല്ലാ സ്റ്റെപ്പിലും കയറി വരുമെന്ന്. ഇവിടെ ആരുണ്ട് പൊതുവായിട്ട്? 4 ഉണ്ട് അല്ലേ? 4. അപ്പം ഈ 4 എല്ലാ സ്റ്റെപ്പിലും വരും എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് 7 × 8 എന്നല്ലേ, അതിനൊരു 4 കൊണ്ട് അപ്പം തന്നെ അങ്ങ് ഡിവൈഡ് ചെയ്തു. 7 × 8 56 ആക്കാൻ നിൽക്കേണ്ട. 8നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്തുകൊണ്ട് മിച്ചം? 2 അല്ലേ? അപ്പോൾ ഇവിടെ 2 × 7 ആണെന്ന് കരുതിയാൽ മതി, 14. അപ്പോൾ നമുക്ക് ഓപ്പറേഷൻ ഇച്ചിരി ഇവിടെ എളുപ്പമുണ്ട്. ഇവിടെ ഇവരെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് 2 ആണെന്നും കരുതിക്കോ. ഇത് 2 ആണെങ്കിൽ 2 × 12 24 അല്ലേ? അടുത്തെടുക്കുമ്പോൾ ശ്രദ്ധിച്ചോ, ഇതിൽ നിന്ന് വേണം 4 ഡിവൈഡ് ചെയ്യാൻ. കാര്യം ഇവിടെ 12ഉം 5ഉം കൂടിയാണ് കേട്ടോ. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താ വരിക? 3 അവശേഷിക്കും. 3 × 5 15 എന്ന് കിട്ടും. അപ്പം ഇങ്ങനെ എഴുതുന്നത് കൊണ്ടുള്ളൊരു അഡ്വാൻറ്റേജ്, നമുക്ക് വലിയ സംഖ്യകളെ ആദ്യം മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നുള്ള ഒരു സ്റ്റെപ്പ് നമുക്കിവിടെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പം അത് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കണം. എന്താണ് ചെയ്തിരിക്കുന്നത്? 12ലും 8ലും കോമൺ ആയിട്ടുള്ള ഫാക്ടർ 4 ഉണ്ടെന്ന് മനസ്സിലായി. ആ 4 എല്ലാ സ്റ്റെപ്സിലും വരുമെന്ന് മനസ്സിലായി. അപ്പോൾ ഇവിടെ 7 × 8 ചെയ്യുന്നതിന് പകരം ഇതിനെ 4 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്താൽ 2 ആണ്. ഇപ്പോൾ 2 × 7 എടുത്തോണം. 7 × 2 40. ഇത് 2 എന്ന് തന്നെ ചിന്തിച്ചോ. 2 × 12 24. രണ്ടിടത്തൊന്നും 4 കളയരുത് ഒരു ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കേട്ടോ.
അടുത്ത വന്നപ്പോൾ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 3 ആണ്. 3 × 5 50 എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ദ ഡിഫറൻസ് ഇൻ ദ ഷെയർസ് ഓഫ് എ ആൻഡ് സി. അപ്പോൾ ഇവിടെ എയുടെയും സിയുടെയും ഡിഫറൻസ് ആണ് കേട്ടോ. ഡിഫറൻസ് ഈ ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, അതായത് ഇങ്ങനെ ഡിഫറൻസ് 15ഉം 14 അല്ലേ. അപ്പോൾ 15 - 14 1. ഈ 1 സൂചിപ്പിക്കുന്നത് 214നെയാണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ സംഭവം, ഇവരെല്ലാം കൂടെ കൂട്ടുന്നതാണ് അല്ലേ. അപ്പോൾ എന്താണ് എക്സ് എന്ന് ചോദിച്ചാൽ a + b + c ആണ്. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ a + b + c എന്ന് പറയുമ്പോൾ 14 + 24 + 15 ആണ്. അപ്പോൾ ഇവിടെ ദാറ്റ് ഈസ് 14 + 24 + 15. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം കൂടെ കൂട്ടി 14 + 24 38. ദെൻ ബാക്കി എത്ര വന്നു? 38 + 15. 38 + 15 എന്ന് പറഞ്ഞപ്പോൾ എത്ര വന്നു? 53 എന്ന് വന്നു. ഈ 53 എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്താ ചെയ്യണ്ടേ? 1 ഈസ് റെപ്രസെന്റിങ് 214 ആണെങ്കിൽ 53 ഈസ് റെപ്രസെന്റിങ് എന്തെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് സിംപ്ലി 214 × 53. അവിടെ ഇനി മൾട്ടിപ്ലൈ ചെയ്ത് കഷ്ടപ്പെടുകയൊന്നും വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലായി. ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാലേ എന്തായിരിക്കും യൂണിറ്റ് ഡിജിറ്റ്? 4 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, യൂണിറ്റ് ഡിജിറ്റ് എന്ത് വരും? 2 അല്ലേ വന്നേ. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ 2 യൂണിറ്റ് ഡിജിറ്റ് വരുന്ന ഒരാളല്ലേ ഉള്ളൂ. സോ ദാറ്റ് വിൽ ബി ദ ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുക 11 342. അപ്പം ഇങ്ങനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഇതാണ് അവിടെ നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ട്രിക്ക്. അപ്പോൾ അടുത്ത നോക്കിയോ, അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനെ കൺസിഡർ ചെയ്യുമ്പോൾ a/b 3:5, b/c 7:8 and c/d 2:3, then 2a/3d. അപ്പോൾ ഇവിടെ നമുക്ക് മൂന്ന് റേഷ്യോസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ 3 റേഷ്യോസ്, ഒന്ന് a/b, അത് 3:5 എന്ന് തന്നു. b/c എന്ന് പറയുന്നത് 7:8 ആണ്. c/d എന്ന് പറഞ്ഞിരിക്കുന്നത് 2:3 ആണ്. ഇവിടെ നമുക്ക് ആദ്യമേ വേണ്ടത് a/d ആ. അതിനുശേഷം നമുക്ക് അതിനെ 2a എന്നും 3d എന്നൊക്കെ രൂപം മാറ്റാം. അപ്പോൾ ഇവിടെ a/d എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഫൈനലി കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് ആദ്യമേ നമ്മൾ ഈ ഓർഡറൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോണേ. a/b ആണോ? യെസ്. b/c ആണോ? ദെൻ c/d എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓർഡർ ഓക്കെ. അപ്പോൾ ഇനി കമ്പൈൻ ചെയ്യുന്നതിനെ കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ നമുക്ക് വെരി ഫസ്റ്റ് വാല്യൂ, വെരി ലാസ്റ്റ് വാല്യൂ ഇവരെ കിട്ടിയ പോരെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതി 3 × 7 × 2. അവസാനത്തെ ആൾ വന്നപ്പോൾ 5 × 8 × 3. അപ്പം ഇങ്ങനെ വന്നു. ഇതിൽ രണ്ടിലും പൊതുവായിട്ടുള്ള ടേംസിനെയൊക്കെ കട്ട് ചെയ്യാം. പൊതുവായിട്ടുള്ള ടേംസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിച്ചു 3 രണ്ടിടത്തും കട്ട് ചെയ്യാം. ഒരു 2 കൊണ്ട് ഇവിടെ കട്ട് ചെയ്യാം. 2 കൊണ്ട് ഇവിടെ കട്ട് ചെയ്തപ്പോൾ 4 വന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത് 7:20 എന്ന് കിട്ടി. a/d എന്ന് പറയുന്നത് 7:20 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്കിനി കണ്ടുപിടിക്കേണ്ട 2a/3d. അപ്പം നമ്മളിവിടെ കൺസിഡർ ചെയ്യാണ് എന്താണ് 2a/3d. അപ്പം 2 × 7:3 × 20. അപ്പം ഇവിടെയും നമുക്ക് ഈ 2ഉം രണ്ട് സൈഡിലും കട്ട് ചെയ്യാം. 2 ഇവിടെ കട്ട് ചെയ്ത് 10 അല്ലേ വന്നേ. അപ്പം നമുക്കിവിടെ കിട്ടി. സോ ദ ഫൈനൽ ആൻസർ ഈസ് 7:30. സോ ഫൈനൽ ആൻസർ ഈസ് 7:30. അപ്പോൾ ഈ ഒരു ഫോമിൽ നമുക്കതിനെ കൊണ്ടുവരാം. അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിച്ചോണം, വെരി ഫസ്റ്റ് ആൻഡ് വെരി ലാസ്റ്റ് വാല്യൂസ് വരുമ്പോൾ ഇൻ ബിറ്റ്വീൻ വരുന്ന വാല്യൂസിനെ ഒന്നും കൊണ്ടുവരേണ്ട, നേരിട്ട് നമുക്ക് ഇങ്ങനെ ഇവയെ കണക്ട് ചെയ്യാം എന്നോർത്തോ. അടുത്ത നോക്കിയോ, എ സം ഈസ് ഡിവൈഡഡ് among a, b, c, d. ഇപ്പം 4 പേരുടെ ഇടയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. such that the ratio of the shares of a and b 2:3, b and c 1:2, and that of c and d is 3:4. If the difference between the shares of a and d is ₹648, then the sum of their shares. അപ്പോൾ അല്പം മുമ്പ് നമ്മൾ ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ അതേ ആപ്ലിക്കേഷൻ തന്നെയാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പം ഞാനത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് വളരെ ഫാസ്റ്റായിട്ടൊന്ന് ചെയ്ത് എത്തിക്കാമോ എന്നൊന്ന് ശ്രദ്ധിച്ചേ. കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്, വാല്യൂസ് ഒക്കെ അവിടെ വന്നിരിക്കുന്നു. ആദ്യ സ്റ്റെപ്പ് എന്താ? ഇവ റേഷ്യോ നമുക്ക് കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ റേഷ്യോയെ നമുക്ക് ഇവിടെ നിന്ന് കമ്പൈൻ ചെയ്യാം. റേഷ്യോ കമ്പൈൻ ചെയ്യുമ്പോൾ ആദ്യം a/b 2:3 എന്ന് വന്നു. അടുത്തത് അപ്പോൾ നമുക്ക് എല്ലാ റേഷ്യോ വാല്യൂസിനെയും കിട്ടേണ്ടതാണ്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരല്പം സ്പേസ് കൊടുത്ത് ഇവിടെ എഴുതുന്നു. ആദ്യത്തെ 2:3. അപ്പോൾ ആദ്യത്തെ റേഷ്യോ എടുത്തു a/b. രണ്ടാമത്തെ b/c എടുത്തു. b/c എന്താ? 1:2 ആണ്.
രണ്ടാമത്തെ റേഷ്യോ എടുത്തു, B:C. അടുത്ത C:D എടുത്തു, C:D. C:D എന്ന് പറയുമ്പോൾ അത് 3:4 ആണ്. അപ്പോൾ C:Dയും എടുത്തു. ഇനി ഇവരെ നമുക്ക് കമ്പൈൻ ചെയ്യണം. അപ്പോൾ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടി A:B:C:D എന്ന് കിട്ടി. ഇവരെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2×3 6. ഇവരെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു, 3×3 9. അടുത്ത ഇവരെ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു, 9 18. അടുത്ത ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു, 24. നമുക്ക് മനസ്സിലായി എല്ലാത്തിലും 3 ഉണ്ട് കോമൺ ആയിട്ട്. ആ 3 നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഐഡന്റിഫൈ ചെയ്യാമായിരുന്നു അല്ലേ? അപ്പോൾ ഇവിടെ 3 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. 2:3:6:8 എന്ന് പറഞ്ഞു. കിട്ടിയോ? ഇനി ഇവിടെ നമ്മളോട് പറഞ്ഞ് എയും ഡിയും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പോൾ എയും ഡിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ചോണം, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എയും ഡിയും തമ്മിലുള്ള ഡിഫറൻസ് 6 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പറയുകയാണ് എയും ഡിയും തമ്മിലുള്ള ഡിഫറൻസ്. അതിനെ D-A എന്നെടുത്തു, D-A. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ 8 - 2, സോ ദാറ്റ് ഈസ് 6. ഈ 6 എന്ന് പറഞ്ഞിരിക്കുന്നതാണ് എന്ത്? 648 കേട്ടോ. അപ്പോൾ 6 ഈസ് റെപ്രസെൻറ്റിങ് 648. 6 ഈസ് റെപ്രസെൻറ്റിങ് 648. അങ്ങനെയാണെങ്കിൽ ദ സം ഓഫ് ദെയർ ഷെയർസ്, അപ്പോൾ ഇവരെ മുഴുവനും കൂടെയാണ് നമുക്കിനി കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ A+B+C+D എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഷ്യോ വാല്യൂസ് എല്ലാം കൂടെ കൂട്ടിയാൽ മതി. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടുക. 8 2 10 അല്ലേ, 6 3 9 അല്ലേ. അപ്പോൾ 19 എന്ന് എടുത്തോണം. 19 അപ്പോൾ എന്താണ്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ 6 സൂചിപ്പിക്കുന്ന 648 ആണെങ്കിൽ 19 സൂചിപ്പിക്കുന്ന എന്തിനെ? അപ്പോൾ ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, 648 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 19 കൊണ്ട് ഗുണിക്കുക. 648 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 19 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 648 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 108 എന്ന് വന്നില്ലേ? 108 കണ്ടോ? 648/6 108 × 19. ഇവിടെയും യൂണിറ്റ് ഡിജിറ്റ് നമ്മുടെ സഹായത്തിന് എത്തുന്നുണ്ടോ എന്ന് നോക്കിയേ. യൂണിറ്റ് ഡിജിറ്റ് 2 അല്ലേ വരിക? 9 8 കൂടെ ഗുണിച്ചു. അപ്പോൾ യൂണിറ്റ് ഡിജിറ്റ് 2 വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് 2052. ഇവിടെ നമുക്ക് 2052 എന്ന് കൊണ്ടുവരാം. 2052. അപ്പോൾ ഇത്തരത്തിലാണ് ഈ സം ഡിസ്ട്രിബ്യൂഷൻ്റെ ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അതിനെ ഈ ഒരു ഫോമിലാണ് നമുക്ക് അവിടെ ചെയ്യേണ്ടത്. അപ്പോൾ അല്പം കൂടി ട്രിക്കി ആയിട്ടുള്ള ഒരു കമ്പൈൻ റേഷ്യോ കോൺസെപ്റ്റ് കൊണ്ടുവരാം. കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്, കമ്പൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ആലോചിക്കണം. ഇതുവരെ നമ്മൾ പഠിച്ച ആശയങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയായിരിക്കും നമുക്ക് ഇത്തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് മനസ്സിലായി, ഈ വന്നിരിക്കുന്ന റേഷ്യോസൊക്കെ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഫോമുല അല്ലേ, ഫ്രാക്ഷണൽ ഫോമുല വന്നിരിക്കും. അതിനെ നമുക്കൊന്ന് രൂപം മാറ്റണം. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ രൂപം മാറ്റാൻ പറ്റുക? അപ്പോൾ ആ ഓരോന്നിൻ്റെ മാറ്റം നമ്മളിവിടെ ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നു A:B 2/9 1/3. എന്ത് ചെയ്യാൻ പറ്റും? ഈ 3യും 9ഉം കൂടെ വെട്ടാം. ഇവിടെ 3 എന്ന് എഴുതാം അല്ലേ. എന്നിട്ട് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇതിനെ 2:, ഈ 1 3 കൂടെ മൾട്ടിപ്ലൈ ചെയ്തോ, 3 എന്ന് തോന്നുന്നു. അപ്പോൾ A:B സിംപ്ലിഫൈഡ് ഫോം കിട്ടി. അത് 2:3 ആണ്. ഇനി അടുത്തയാളെ നമ്മൾ നോക്കുക. അടുത്ത B:C ആണ്. ഇപ്പോൾ B:C. ഇപ്പോൾ B:C നമുക്ക് പറഞ്ഞിട്ടുണ്ട് 2/7 5/14 പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ 7ഉം 14ഉം ഇങ്ങനെയൊക്കെ വെട്ടാം കേട്ടോ. 2 എന്നിട്ട് ദൈവം ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. ഇപ്പോൾ 2 × 2 4 ആണ്. ഈ 5 × ഇവിടെ 1 ആണ്. അപ്പോൾ അത് 5 എന്ന് തന്നെ എഴുതി കേട്ടോ. 4:5 എന്ന് തോന്നുന്നു. അടുത്ത ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന പോയിന്റ്, ഇത് D:C എന്നാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ഒരു പ്രധാന പോയിന്റ്, അത് ഓർഡർ ഓഫ് ദ വേരിയബിൾസ് ഈ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ആ ഓർഡർ മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചോണം. അപ്പോൾ ഇവിടെ ഓർഡർ നമുക്കൊന്ന് തിരിച്ചിടണം. ഇപ്പോൾ തിരിച്ചിടുകയാണ്, അതിനെ C:D എന്നിടുകയാണ്. അപ്പം അത്രേ ചെയ്യേണ്ടുള്ളൂ. ചെയ്യേണ്ടതാ, ആ രണ്ടാമത്തെ വാല്യൂ എടുത്ത് ആദ്യം എഴുതി 3/5. ആദ്യത്തെ വാല്യൂ എടുത്ത് രണ്ടാമത് എഴുതി 7/10. ഇങ്ങനെ എഴുതി. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്യാം. ഇതിപ്പോൾ 2 അല്ലേ. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തോ. 3 × 2 6 മറ്റേത് 7. അപ്പോൾ നമുക്ക് വാല്യൂസ് ഒക്കെ കിട്ടി. A:B കിട്ടി, B:C കിട്ടി, C:D കിട്ടി. ഇനി നമുക്ക് A:B C:D കിട്ടിയാൽ പോരെ. അപ്പം ഞാൻ അതിനെ ഒന്നും കൂടെ ഫെയർ ആയിട്ട് ഇവിടെ എഴുതാം. നമുക്കിവിടെ കിട്ടി A:B 2:3, B:C 4:5 and C:D 6:7.
അപ്പം അങ്ങനെയെങ്കിൽ എന്താണ് A:B:C:D എന്ന് ചോദിച്ചാൽ ഇതെല്ലാം കൂടെ ആദ്യം ഗുണിച്ചു. 2x4x6. ഇവിടെ ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇവരിൽ എന്തെങ്കിലും കോമൺ ഉണ്ടോ? 3 ഉണ്ടല്ലേ. 3 അപ്പോഴേ വിട്ടേക്ക്. 3 കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് എന്തൊക്കെ 2 അല്ലേ. അപ്പോൾ 2 × 4 × 2 എന്നെടുത്താൽ മതി. 2 × 4 × 2 16. പിടിയോ? അടുത്ത 3 × 4 × 6 എന്നുള്ളതിനെ ഒരു 3 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 4 × 6 എന്ന് മാത്രം അങ്ങ് എടുത്താൽ മതി. 4 × 6 എന്ത് വന്നു? 24. അടുത്ത 3 × 5 × 6 എന്നുള്ളിടത്ത് ഈ 3 അങ്ങ് വിട്ടു. 5 × 6 എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. 5 × 6 30 അല്ലേ. ലാസ്റ്റ് 3 × 5 × 7 ഈ 3 അങ്ങ് വിട്ടു. 7 35 അല്ലേ. അപ്പം നമുക്ക് ഇവിടുത്തെ ആൻസർ എന്ന് കിട്ടി? 16:24:30:35 എന്ന് വന്നില്ലേ. അപ്പോൾ റേഷ്യോയെ കമ്പൈൻ ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഇനിയിപ്പോൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ പഠിച്ച സ്ഥിതിക്ക് നമ്മൾ ചാടി മെത്തേഡിലേക്ക് ചാടി ഇത്രയുമൊക്കെ ചെയ്തു ഫൈനൽ ആൻസറിലേക്ക് എത്തി എന്നുള്ളിടത്ത് ഒരു പ്രൊഫഷണൽ ടച്ച്, ഒരു സ്മാർട്ട് അപ്രോച്ച് നമുക്ക് അവിടെ കൊടുക്കാം. പൊതുവെ ഇത്തരം സിറ്റുവേഷൻസിൽ എന്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ശ്രദ്ധിച്ചു. ABCD ആണ്. ഇതിലേതെങ്കിലും റേഷ്യോ നമ്മളങ്ങ് ചെക്ക് ചെയ്യാം. ഏതെങ്കിലും റേഷ്യോ. ഫോർ എക്സാമ്പിൾ, ഞാനിവിടെ ലാസ്റ്റ് C:D മാത്രം, ഇതൊന്നും കൺവേർട്ട് ചെയ്യാൻ നിൽക്കുന്നില്ല. പകരം ലാസ്റ്റിലത്തെ C:D മാത്രം ഒന്ന് ശ്രദ്ധിച്ചു. മനസ്സിലായോ? പൊതുവേ എന്തിനാ ഞാൻ ആ ലാസ്റ്റിലത്തേക്ക് ശ്രദ്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവേ ഇത്തരം ഓപ്ഷൻസിലൊക്കെ ആദ്യ റേഷ്യോസ് സാറ്റിസ്ഫൈ ചെയ്യത്തക്ക രീതിയിലായിരിക്കും കിടക്കുക. അതുകൊണ്ട് ഒരു വ്യത്യാസം പിടികിട്ടണമെങ്കിൽ ലാസ്റ്റ് റേഷ്യോസിനെയൊക്കെ നമുക്ക് അവിടെ നിന്ന് പിടിച്ചാൽ മതി. അപ്പം ഇവിടെ നമ്മൾ ഇതിനെ നോക്കിയപ്പോൾ C:D നമ്മൾ ഈ പറഞ്ഞ പോലെ തിരിച്ചിട്ടൊക്കെ സിംപ്ലിഫൈ ചെയ്തപ്പോൾ ഇത് 6:7 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ കിട്ടിയിരിക്കുന്നു കേട്ടോ. അത് മാത്രം ഒബ്സർവ് ചെയ്യുക. എങ്ങനെ? തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഈ 6:7 C:D റേഷ്യോ വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ നോക്കി, ഇത് 6:7 ആണോ? അല്ല. ഇത് 6:7 ആണോ? സൂക്ഷിച്ചു നോക്കിയേ. 6 × 5 7 × 5 യെസ്. ഇത് 6:7 ആണോ? അല്ല. ഇത് 6:7 ആണോ? അല്ല. അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം, ഇത് മുഴുവൻ ചെയ്യാനൊന്നും നിൽക്കണം എന്നില്ല. ചെയ്യുന്ന പഠിക്കണം, മനസ്സിലാക്കി വെക്കണം. ഒപ്പം നമ്മൾ അതിനിടയ്ക്കൂടെ ഒന്ന് ഒബ്സർവ് ചെയ്യണം. ഇത് മുഴുവൻ ചെയ്യേണ്ടതായിട്ട് വരരുത്. ആ സാഹചര്യം നമ്മൾ അങ്ങനെ നിർബന്ധിതരാക്കരുത്. അല്ലാതെ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരുവാനായിട്ട് പറ്റുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിച്ചോണം. ദാറ്റ്സ് അവർ സ്മാർട്ട് അപ്രോച്ച്. അടുത്ത മറ്റൊരു കോൺസെപ്റ്റാണിത് കേട്ടോ. ഇറ്റ്സ് നോട്ട് ദ കേസ് ഓഫ് കമ്പൈനിങ് റേഷ്യോ. ഇത് പ്രോപ്പർട്ടീസ് ഓഫ് റേഷ്യോ ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് റേഷ്യോ. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. ദിസ് ഈസ് കോൾഡ് അഡൻറ്റോ പ്രോപ്പർട്ടി എന്ന് പറയും കേട്ടോ. അഡൻറ്റോ പ്രോപ്പർട്ടി. അപ്പൊ അങ്ങനെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇത് നമ്മൾ പ്രൊപ്പോർഷൻ പഠിക്കുമ്പോൾ കൂടുതലായിട്ട് പഠിക്കും കേട്ടോ. അതിൻ്റെ അത് ഒരു പ്രോപ്പർട്ടി റേഷ്യോയ്ക്കകത്ത് കയറി വരുന്ന SSC ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. അഡൻറ്റോ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പം നമ്മളിവിടെ കുറേ റേഷ്യോസ്, ഉദാഹരണത്തിന് if A/B റേഷ്യോ ഫ്രാക്ഷനായിട്ട് അങ്ങ് എഴുതുന്നതേ ഉള്ളൂ കേട്ടോ. if A/B = C/D = E/F ഇങ്ങനെ പറഞ്ഞു എന്ന് കരുതുക. = K, അതിനൊക്കെ ഒരു K എന്നൊരു വാല്യൂ ഉണ്ട് എന്ന് കരുതുക. = K. അപ്പോൾ K എന്ന് നമ്മൾ വിളിക്കുകയാണ്. സേ എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ വിളിച്ചു? ആ വാല്യൂ K ആണ്. ദെൻ നമുക്കിവിടെ പറയാം, ഈ ന്യൂമറേറ്ററുകളെല്ലാം കൂടെ കൂട്ടുകയും ഡിനോമിനേറ്ററുകളെല്ലാം കൂടെ കൂട്ടുകയും ചെയ്യുന്ന ഒരു റേഷ്യോ. അതായത് എല്ലാത്തിൻ്റെയും ആൻറ്റിസിഡൻസ് കൂട്ടി, എല്ലാത്തിൻ്റെയും കോൺസിക്വൻസ് കൂട്ടി, അങ്ങനെ കിട്ടുന്ന പുതിയൊരു റേഷ്യോയെ കുറിച്ച് പറയാം. അതിൻ്റെ വാല്യൂവും K തന്നെ ആയിരിക്കും. ഈ പ്രോപ്പർട്ടിയാണ് അഡൻറ്റോ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇപ്പം ന്യൂമറേറ്റേഴ്സ് എല്ലാം കൂടെ കൂട്ടുന്നത് ഈസ്റ്റു, ഡിനോമിനേറ്റേഴ്സ് എല്ലാം കൂടെ കൂട്ടുന്നത്, ന്യൂമറേറ്റേഴ്സ് എല്ലാം കൂടെ ഗുണിക്കുന്നത് ഈസ്റ്റു, ഡിനോമിനേറ്റേഴ്സ് എല്ലാം കൂടെ ഗുണിക്കുന്നത് നമ്മൾ പഠിച്ചു. എന്തായിരുന്നു? കോമ്പൗണ്ടഡ് റേഷ്യോ. അപ്പം ഇത് അഡൻറ്റോ പ്രോപ്പർട്ടിയാണ്, കൂട്ടുക. ഇതിൻ്റെ ഇടയ്ക്ക് സബ്ട്രാക്ഷൻ വന്നാൽ അതിനെ സബ്ട്രാഹെൻഡോ എന്ന് വിളിക്കും. സബ്ട്രാഹെൻഡോ പേരൊന്നും അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, പ്രോപ്പർട്ടി നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പം ഇതിൻ്റെ അകത്ത് ഒരു അഡ്വാൻസ്ഡ് കോൺസെപ്റ്റ് കൂടെ വരും. എഗെയിൻ ഇതിനെയൊക്കെ എല്ലാ ടേംസിനെയും നമ്മൾ ഏതെങ്കിലുമൊക്കെ റിയൽ കോൺസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്ന് കരുതുക. ഉദാഹരണത്തിന് X കൊണ്ട്, Y കൊണ്ട്, Z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
അപ്പോൾ നമുക്കിവിടെ പറയാം എ ഇൻറ്റു എക്സ് സി ഇൻറ്റു വൈ പ്ലസ് ഇ ഇൻറ്റു ഇസഡ് ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു എക്സ് ഡി ഇൻറ്റു വൈ പ്ലസ് എഫ് ഇൻറ്റു ഇസഡ്. ഓർത്തോണം, ഈ എക്സ് എയും ബി എ മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം, വൈ സി എൻ ഡി എ മൾട്ടിപ്ലൈ ചെയ്യണം, ഇസഡ് ഇ എ എഫിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അതും എന്ത് തന്നെയായിരിക്കും? കെ തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ പറയുകയാണ് വെയർ എക്സ് വൈ ആൻഡ് ഇസഡ്, വെയർ എക്സ് വൈ ഇസഡ് ആർ റിയൽ കോൺസ്റ്റൻസ്, ആർ റിയൽ കോൺസ്റ്റൻസ്. ഒന്നുമില്ല, എന്ത് വാല്യൂസ് വന്നാലും എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. റിയൽ കോൺസ്റ്റൻസ്. കിട്ടിയോ? അപ്പം ഇത് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പം ഈ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മൾ ഈ ചോദ്യത്തിനെ സമീപിക്കാൻ. അപ്പം ഈ പ്രോപ്പർട്ടിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ ക്വസ്റ്റ്യനെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലായി. ഇവിടെ ആദ്യം നമ്മളോട് പറഞ്ഞു പി ഈസ് ടു ക്യൂ ഈക്വൽ ടു ആർ ഈസ് ടു എസ് ഈക്വൽ ടു ടി ഈസ് ടു യു. അത് 2/3 ആണ്. അങ്ങനെയാണെങ്കിൽ ആസ് പെർ അഡൻഡോ പ്രോപ്പർട്ടി ന്യൂമറേറ്റേഴ്സ് ആൻഡ് സം പി പ്ലസ് ആർ പ്ലസ് ടി ക്യൂ പ്ലസ് എസ് പ്ലസ് യു എന്ന് പറയുന്നതും 2/3 തന്നെയല്ലേ? ആൻഡ് ഇതിനെയൊക്കെ പി ക്യു ആർ ഇവരെ എം എൻ ഒ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എം ഇൻറ്റു പി പ്ലസ് എൻ ഇൻറ്റു ആർ പ്ലസ് ഒ ഇൻറ്റു ടി ഡിവൈഡ് ബൈ ഡിനോമിനേറ്ററിലും അതേ ഓർഡറിൽ തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കേട്ടോ. എം ഇൻറ്റു ക്യൂ പ്ലസ് എൻ ഇൻറ്റു എസ് പ്ലസ് ഒ ഇൻറ്റു യു. അതും എന്തിന് തുല്യമായിരിക്കും? ഇതേ 2/3 തന്നെ തുല്യമായിരിക്കും എന്നുള്ള പ്രോപ്പർട്ടിയാണ് ഈ പറയുന്നത്. അപ്പോൾ ആ റേഷ്യോ എന്ത് തന്നെയാണ്? 2:3 തന്നെയാണ്. അപ്പോൾ ഈ അഡൻഡോ പ്രോപ്പർട്ടിയുടെ മറ്റൊരു കോൺസെപ്റ്റാണ് ഈ ചോദ്യത്തിൽ വരുന്നത്. അപ്പോൾ കാണുമ്പോൾ ഒരു ഇച്ചിരി ഭീകരം ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ നമുക്ക് തോന്നും. അഡൻഡോയുടെ തന്നെ മറ്റൊരു വേർഷനാണ്. ഇവിടെ ഒരു ഇനീക്വാളിറ്റി കോൺസെപ്റ്റ് ആണ് കേട്ടോ. SSLC വളരെ റെയർലി ആണ് ഇനീക്വാളിറ്റി കോൺസെപ്റ്റ് അവിടെ ചോദിക്കുക. ബട്ട് നമ്മളൊന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇഫ് എ ബൈ ബി ഈസ് ലെസ് ദാൻ സി ബൈ ഡി ദാറ്റ്സ് അഗെയിൻ ലെസ് ദാൻ ഇ ബൈ എഫ് ആണെന്ന് കരുതുക. ഇങ്ങനെ എത്ര എണ്ണം വേണമെങ്കിലും കൊടുക്കാം. നമ്മൾ സൗകര്യാർത്ഥം 3 എണ്ണത്തെ ഇവിടെ നിർത്തിയെന്നേ ഉള്ളൂ. എ ബൈ ബി ലെസ് ദാൻ സി ബൈ ഡി ലെസ് ദാൻ ഇ ബൈ എഫ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സം ഓഫ് ന്യൂമറേറ്റേഴ്സ് എ പ്ലസ് സി പ്ലസ് ഇ ആൻഡ് സം ഓഫ് ഡിനോമിനേറ്റേഴ്സ് ബി പ്ലസ് ഡി പ്ലസ് എഫ്, ഇങ്ങനെ വരുന്ന പുതിയ റേഷ്യോ അതിൻ്റെ റേഞ്ചിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റേഷ്യോ ദാറ്റ് ഷുഡ് ലൈ ഇൻ ബിറ്റ്വീൻ ഇതിലെ ഏറ്റവും ചെറിയ റേഷ്യോ ആയ എ ബൈ ബിക്കും ഏറ്റവും വലിയ റേഷ്യോ ആയ ഇ ബൈ എഫിനും ഇടയിലായിരിക്കും. മറ്റൊരു പ്രധാന പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇഫ് എ ബൈ ബി ലെസ് ദാൻ സി ബൈ ഡി ലെസ് ദാൻ ഇ ബൈ എഫ്, അങ്ങനെ ഒരു കമ്പാരിസൺ അവിടെ ഉണ്ട് എങ്കിൽ സം ഓഫ് ന്യൂമറേറ്റേഴ്സ് ബൈ സം ഓഫ് ഡിനോമിനേറ്റേഴ്സ് എന്ന് പറയുന്ന റേഷ്യോ ഇതിൽ ഏറ്റവും ചെറിയ റേഷ്യോയേക്കാൾ വലുതും ഏറ്റവും വലിയ റേഷ്യോയേക്കാൾ ചെറുതുമായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അതിനെ നമ്മൾ മനസ്സിലാക്കി വെച്ചോണം. അപ്പോൾ അതെങ്ങനെ നമുക്ക് ഈ ചോദ്യത്തിൽ ആപ്ലിക്കബിൾ ആകും? അപ്പോൾ ഈ ചോദ്യം ഇച്ചിരി കഠിനമായ ക്വസ്റ്റ്യനാണ് അല്ലേ? നമുക്ക് അവിടെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നാടകീയമായ ചില നീക്കങ്ങളൊക്കെ നടത്തണം. അപ്പോഴാണ് നമുക്കിതിനെ കണ്ടുപിടിക്കാൻ പറ്റുക. അപ്പം നിങ്ങൾ ഒന്ന് ക്ലോസ്ലി ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായി ഈ ന്യൂമറേറ്റർ അസെൻഡിങ് ഓർഡറിൽ ഇവിടെ തന്നിരിക്കുന്നത്. ന്യൂമറേറ്റർ അസെൻഡിങ് ഓർഡറിലാണ് 1, 3, 5, 7 എക്സെട്രാ. അപ്പം ഈ ന്യൂമറേറ്ററിനെയൊക്കെ ശ്രദ്ധിച്ചു. ഇത് ഒന്ന് അസെൻഡിങ് ഓർഡറിലാണ്, ന്യൂമറേറ്റർ അസെൻഡിങ് ഓർഡറിലാണ്. രണ്ടാമതായിട്ട് അതെല്ലാം ഓഡ് നമ്പേഴ്സ് ആണ്, ഓഡ് നമ്പേഴ്സ്. ഈ രണ്ട് കാര്യങ്ങളും ശ്രദ്ധിച്ചു. ഡിനോമിനേറ്ററിനെ നമ്മളൊന്ന് ക്ലോസ്ലി ഒബ്സർവ് ചെയ്തപ്പോൾ മനസ്സിലായി n ഓഡാണെങ്കിൽ n+1 ഈവൻ അല്ലേ? ഇവിടെ കണ്ടോ 1 കറസ്പോണ്ടിങ് 2 വരുന്നത്. അപ്പോൾ അത് ഈവൻ ആണ്. അപ്പോൾ ഡിനോമിനേറ്ററിൽ ഇവയൊക്കെ ഡിസെൻഡിങ് ഓർഡറിലാണ് നമുക്ക് തന്നിരിക്കുന്നത്. കൂടാതെ അവയെല്ലാം ഈവൻ നമ്പേഴ്സുമാണ്. അപ്പം ആദ്യ നടപടിയായിട്ട് നമ്മൾ ഇതിൻ്റെ ഓർഡറിനെ ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ ഓർഡറിനെ ഒന്ന് മാറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ന്യൂമറേറ്റർ അങ്ങനെ തന്നെ വെക്കോ 1, 3, 5, 7 എക്സെട്രാ അപ് ടു n. ഇപ്പം ഇവിടെ ഇതിൻ്റെ സങ്കല്പം n ഒരു ഓഡ് നമ്പർ ആണെന്നാ.
കൂടാതെ ഇവിടെ ഒരു കണ്ടീഷനും കൂടെ വെച്ചു, n ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ എന്ത് n 1 വലുത് എന്തുവാ? ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്റർ നമ്മൾ കൺസിഡർ ചെയ്യാണ് 2. ഇപ്പം നമ്മളിപ്പോൾ ഐഡന്റിഫൈ ചെയ്തു കറസ്പോണ്ടിങ് ന്യൂമറേറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈവൻ നമ്പേഴ്സ് ആണ് ഡിനോമിനേറ്റർ. n കറസ്പോണ്ടിങ് ആണ് n+1, 1 കറസ്പോണ്ടിങ് ആണ് 1+1 എന്ന് പറഞ്ഞാൽ 1 കറസ്പോണ്ടിങ് 1+1, 3 കറസ്പോണ്ടിങ് 3+1, 5 കറസ്പോണ്ടിങ് 5+1 എക്സെട്ര. n കറസ്പോണ്ടിങ് n+1 ഉണ്ടെന്ന് കരുതിക്കൂ. ഇങ്ങനെയുണ്ടെങ്കിൽ ഇതിനെ ആണ് നമുക്ക് ഇനി ഇനീക്വാലിറ്റിയോട് ക്ലബ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുകയാണ്, നമുക്ക് അറിയാവുന്ന ഇതാണ് നമ്മുടെ എക്സ്. ഇനി നമ്മൾ ഇവരെ ഓരോരുത്തരെ വീതം അടർത്തി എടുത്തിട്ട് ചിന്തിക്കുകയാണ് കേട്ടോ. നമ്മൾ മുൻപത്തെ പ്രോപ്പർട്ടി പഠിച്ചല്ലോ, അതിലേക്ക് ഞാൻ പറഞ്ഞു അതാണ് ഡ്രമാറ്റിക്കലായിട്ടുള്ളൊരു നാടകീയമായിട്ടുള്ള നീക്കം. ഇനി ഇപ്പൊ നമ്മൾ അവിടെ മനസ്സിലാക്കുകയാണ്, ഇതിനെ ഓരോരുത്തരെയായിട്ട് നമ്മൾ പൊളിച്ചെടുത്താൽ 1/2, അടുത്തയാള് 3/4, അടുത്തയാള് 5/6 എക്സെട്ര. ഇങ്ങനെ പൊളിച്ചെടുത്താൽ ഏറ്റവും അവസാനത്തെ ആള് n/n+1. ഇവിടെ ഒരു ഇനീക്വാളിറ്റി ഇല്ലേ? 1/2 ആണോ വലുത്, 3/4 ആണോ വലുത്? എളുപ്പമല്ലേ? 1/2 എന്ന് വെച്ചാൽ 50% 0.5. 3/4 75% ഉണ്ട് അല്ലേ? അപ്പൊ ഇവിടെ മനസ്സിലായി 3/4 ആണ് വലുത്. 3/4 വലുതാണ് 5/6 കേട്ടോ. 3/4 വലുത്. 5/6 ഡെസിമൽ പെർസെൻറ്റേജ് വാല്യൂ വരുമ്പോൾ 83.33 എന്ന് വരും. അപ്പൊ ഇനി നമ്മളൊന്ന് നോക്കാനില്ല, ഇത് ഇങ്ങനെയായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നതെന്ന് നമ്മളങ്ങ് ഉറപ്പിച്ചു. ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഇതിൻ്റെ സം ഓഫ് ന്യൂമറേറ്റേഴ്സ് 1+, 3+, 5+ എക്സെട്ര അപ് ടു n, നമ്മൾ പറഞ്ഞ സം ഓഫ് ആൻറ്റിസിഡൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് ഡിനോമിനേറ്റേഴ്സ് 2, 4, 4+, 6+ എക്സെട്ര പ്ലസ് n+1. എന്തായിരിക്കും ഇതിൻ്റെ റേഞ്ച് എന്നാ ചിന്തിക്കേണ്ടത് കേട്ടോ. അപ്പം എന്തായിരിക്കും ഇതിൻ്റെ റേഞ്ച്? ഇത് എന്തിനൊക്കെ ഇടയിലായിരിക്കാം? നമ്മൾ പറഞ്ഞു ഏറ്റവും ചെറിയ വാല്യൂവിനും ഏറ്റവും വലിയ വാല്യൂവിനും ഇടയിലായിരിക്കണം. ഏറ്റവും ചെറുതിനും ഏറ്റവും വലുതിനും. ആരായിരിക്കും ഈ നടുക്കിൽ വന്നിരിക്കുന്ന എക്സ്പ്രഷൻ? അത് എക്സ് അല്ലേ? അപ്പൊ എക്സിന്റെ റേഞ്ചിനെ കുറിച്ച് പറയാണ് കേട്ടോ. എക്സ് എന്ന് പറയുന്നത് 1/2 വലുതുമായിരിക്കണം, n/n+1 ചെറുതുമായിരിക്കണം. അപ്പൊ ഇവിടുത്തെ ആൻസർ എന്ത് കിട്ടി? ഇതാണ് ആൻസർ. ഇപ്പൊ ഇവിടെ മറ്റ് പല രീതിയിൽ നമുക്ക് ചിന്തിക്കരുത്. എന്തുകൊണ്ട് നമുക്ക് 1 നേരെ താഴെ n+1, n നേരെ താഴെ n/2 ചിന്തിച്ചൂടാ? അങ്ങനെയൊക്കെ ചിന്തിക്കാം, അത് തെറ്റൊന്നുമില്ല. പക്ഷേ ഇതിന്റെ ക്ലോസ് ബൗണ്ടറി എന്ന് പറയുന്നത്, ക്ലോസ് റീജിയൺ എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്താലായിരിക്കും കിട്ടുക. അപ്പോൾ അവിടെ ശ്രദ്ധിച്ചോണം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരേ ഓർഡറിൽ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒന്നുകിൽ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിച്ചോണം. പിന്നെ തികച്ചും ഒരു ഡ്രമാറ്റിക് അപ്രോച്ചാണ്. നമുക്കത് കണ്ട ഉടനെ തന്നെ അങ്ങനെ ക്ലിക്ക് ആകണം എന്നൊന്നുമില്ല. ചെയ്ത് നമ്മൾ പരിചയിക്കുക എന്നുള്ളതാണ് ഇത്തരം ക്വസ്റ്റ്യൻസിൽ പ്രധാനമായിട്ടും നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഓഫ് കമ്പൈനിങ് റേഷ്യോസ്. ഇപ്പോൾ കമ്പൈനിങ് റേഷ്യോസ്, എങ്ങനെയാണ് റേഷ്യോസിനെ കമ്പൈൻ ചെയ്യുക എന്നുള്ള ട്രിക്കാണ് നമ്മൾ പഠിച്ചത്. അതിനെ എങ്ങനെ പ്രാക്ടിക്കൽ പ്രോബ്ലത്തിൽ ആപ്ലിക്കബിൾ ആക്കാം. അപ്പോൾ നല്ലപോലെ പ്രാക്ടീസ് ആകണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.